അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലുള്ളാഹ്. വദ്ബി ഐദീനാ ഖല്ലത്ത് ഹീലത്തുനാ ദിരിക്നാ വആലി കുല്ലിൻ വസ്സഹാബത്തി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മാന്യ ശ്രോതാക്കളെ, അല്ലാഹു ജല്ല ജലാലു എല്ലാ ഹറാമിൽ നിന്നും, ആത്മഹത്യ പോലുള്ള കൊടിയ പാതകങ്ങളിൽ നിന്നും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒരു വേള ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ട് ആത്മഹത്യയിലൂടെ രക്ഷപ്പെടാമെന്ന് ചിന്തിക്കുന്ന ആളുകൾ ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരികയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യ പരിഹാരമല്ല, മറിച്ച് അവരുടെ അനന്തമായ ജീവിതം മുഴുവനും നശിപ്പിക്കുകയും നാശത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന പ്രവണതയാണ് യഥാർത്ഥത്തിൽ ആത്മഹത്യ. ആത്മഹത്യ വിശുദ്ധ ഖുർആൻ വളരെ ശക്തമായി തന്നെ എതിർക്കുകയും താക്കീത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മാനസികമായ സംഘർഷങ്ങളും പ്രതിസന്ധികളുമെല്ലാം ചിലരെ മാനസികമായി തകർക്കുകയും പിന്നീട് അവരെന്താണ് ചെയ്യുന്നത് എന്ന് അവർക്ക് പോലും അറിയാത്ത ഒരവസ്ഥയിലേക്ക് മാനസികമായി അവർ മാറുകയും ചെയ്യുമ്പോൾ അവരെ അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്യാനുള്ള മാനസികമായ ശക്തി അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദിക്റിലൂടെയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വിശുദ്ധമായ പാഠങ്ങളിലൂടെയുമാണ് നാം അതിനെ തരണം ചെയ്യേണ്ടത്. അത്തരം ദിക്റുകൾ നമ്മൾ പതിവാക്കുമ്പോൾ ഇത്തരം പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്നാണല്ലോ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കൂടുതൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയിലേക്ക്, സ്മരണയിലേക്ക് നാം വരുന്നതനുസരിച്ച് ഇത്തരം ദുശ്ചിന്തകളിൽ നിന്നും ദുർപ്രവർത്തനങ്ങളിൽ നിന്നും നമ്മെ അത് മാറ്റിയെടുക്കാനും നന്മയിലേക്ക് കൂടുതൽ അടുപ്പിക്കാനും അത് സഹായകമാകും. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ചില വിശുദ്ധ നാമങ്ങൾ ഇതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ആത്മഹത്യയിൽ നിന്നൊരാളെ രക്ഷപ്പെടുത്താൻ നമുക്ക് അയാൾ ചൊല്ലുകയോ അല്ലെങ്കിൽ ചൊല്ലിക്കൊണ്ട് മന്ത്രിച്ച് കുടിപ്പിക്കുകയോ ചെയ്യാനുള്ളതാണ് അൽ അലീമുൽ ഹക്കീം അൽ ഗനിയു തവ്വാബ് സലാമുൽ ബർറ്. ഈയത്തടുകിൽ എഴുതി വെള്ളത്തിൽ സ്ഥാപിക്കാം. എന്നിട്ട് യാ അലീമു യാ ഹക്കീമു യാ ഗനിയു യാ തവ്വാബ് യാ സലാം യാ ബർറ് എന്ന് 33 പ്രാവശ്യം അസ്മാഉൽ ഹുസ്ന ഒന്നും ചേർക്കുക. ഇത് എഴുതുമ്പോൾ ഈ തകളിൽ തന്നെ അതിൻ്റെ മുറാദ് എന്നതിലേക്ക് എന്തിനാണ് സ്ഥാപിക്കുന്നത് എന്ന് ആളുടെ പേരും ഉമ്മയുടെ പേരും ഒക്കെ ചേർത്തുകൊണ്ട് ഇതിൽ നിന്ന് പൂർണ്ണമായും അവരൊഴിവാകണം എന്ന രീതിയിൽ അതിൻ്റെ അടിയിൽ എഴുതി മുറാദ് കൂടി എഴുതുന്നത് വളരെ ഉത്തമമാണ്. അതുകൊണ്ട് പിന്നീട് 3 പ്രാവശ്യമോ 3 ദിവസമോ 7 ദിവസമോ 14 ദിവസമോ ഈ യാ അലീമു എന്ന് തുടങ്ങുന്ന ഈ ഇസ്മുകൾ നമ്മൾ പതിവാക്കുകയും ചെയ്യാം. അതിന് കൂടെ അസ്മാഉൽ ഹുസ്ന ഒന്ന് ചെല്ലുക. രാത്രിയിലും പകലുമായിട്ട് ഇത് ആവർത്തിക്കുകയാണെങ്കിൽ ഇത്തരം ദുഷ്പ്രേരണകളിൽ നിന്ന്, ദുശ്ചിന്തകളിൽ നിന്ന് തീർച്ചയായിട്ടും നമ്മളെ മാറ്റിയെടുക്കാനും നല്ല ഒരു മാനസികമായ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും അതിന് കഴിയും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മനസ്സിന് മാനസികമായ നല്ല കരുത്തും ഹിമ്മത്തും ശക്തിയും അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. മനസ്സിൻ്റെ ദുർബോധനം കൊണ്ട്, പൈശാചികമായ ദുർബോധനം കൊണ്ട് അള്ളാഹു താല ഇത്തരം ദുർപ്രവർത്തനങ്ങളിൽ നമ്മളെ പെടുത്താതിരിക്കുമാറാവട്ടെ. നമ്മളുമായി ബന്ധപ്പെട്ട ആരെയും അത്തരം
ആത്മഹത്യ പോലുള്ള ദുഷ്പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്താതിരിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.